ഈ കാലഘട്ടത്തിൽ പണ്ടൊക്കെ നമ്മൾ ഈ പഴയ യുഗങ്ങളിലെ കഥകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പറയും ദിവ്യ പുരുഷന്മാർക്ക് ഒരേ സമയം പല സ്ഥലത്ത് പ്രത്യക്ഷപ്പെടാനുള്ള സിദ്ധി ഉണ്ടായിരുന്നു. കേട്ടിട്ടില്ലേ? ഉണ്ടോ? എന്റെ ചങ്ങാതിമാരെ, ഈ യുഗത്തിൽ നമുക്ക് എല്ലാവർക്കും ആ സിദ്ധി ഉണ്ട്. യൂട്യൂബിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും വാട്സപ്പ് സ്റ്റാറ്റസിലൂടെയും ഒരേ സമയം പല സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടാൻ ടെക്നോളജി കയ്യിലുള്ള വർഗ്ഗമായിരിക്കണം ഓരോരുത്തരും. നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഡ്യൂപ്ലിക്കേറ്റ് നിങ്ങൾ വിട്ടിട്ടുള്ള ആൾക്കാരൊക്കെയുള്ളത് കൈവെക്കോ. 1, 2, 2 പേരാണുള്ളത്. അതുകൊണ്ട് നെറ്റ്വർക്ക് ചെയ്യുന്ന നിങ്ങളുള്ള അടുത്തൊരു റിക്വസ്റ്റ് ഇതാണ്, ഡിജിറ്റൽ ലെവലിലുള്ള വിസിബിലിറ്റി എല്ലാവരും എൻഷുർ ചെയ്യുക. നോട്ട് ഓൺലി ത്രൂ വെബ്സൈറ്റ് ബട്ട് ത്രൂ അതർ സോഷ്യൽ മീഡിയാസ്. കാരണം ആ സോഷ്യൽ മീഡിയയുടെ ലിങ്ക് കൂടി വെബ്സൈറ്റിൽ കൊടുത്താൽ വെബ്സൈറ്റ് കൂടുതൽ റീച്ചബിൾ അല്ലേ? SEO സെറ്റിങ്ങിന് നല്ലതല്ലേ? സ്റ്റാർട്ട് ബിൽഡിംഗ്. ഇഫ് യു ആർ എ കൺസൾട്ടന്റ്, ടോക്ക് അബൌട്ട് കൺസൾട്ടേഷൻ. തടിപ്പണിയാണെങ്കിൽ കടച്ചിലല്ല കൈപ്പടിയാന്ന് ഉണ്ടാകുക. ജഗതിയുടെ 2 ട്രോൾ ഇട്ടാൽ റീച്ചായി. താഴെ നമ്മുടെ കമ്പനിയുടെ പേര് നമ്പറും കൊടുത്ത് ഞാൻ കോൾ വരും. സോ ഡു ദാറ്റ്. എൻഷുർ വിസിബിലിറ്റി. ആൻഡ് ഇപ്പൊ ഞാൻ പറഞ്ഞ വിസിബിലിറ്റി എൻഷുർ ചെയ്യാനല്ല, വിസിബിലിറ്റി മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇനി നമുക്ക് അതിനുള്ള കഴിവില്ലേ? അവിടെയും നെറ്റ്വർക്കിംഗ് സഹായിക്കും. അതിന്റെ തെളിവാണ് നമ്മുടെ അനൂപ് സാർ. അപ്പൊ അനൂപ് സാറിന്റെ അതേ പേരുള്ള മറ്റൊരു അനൂപ് വ്ളോഗർ ഉണ്ട്. ആ അനൂപിനെ കൊണ്ട് ഇടിപ്പിച്ചു. നാളെ അത് നന്നായിട്ട് വൈറലാവും. ആവട്ടെ, ഇത് കൈയ്യടി കൊടുത്തേ ആവട്ടെ എന്ന് ആഗ്രഹിച്ച് ഉള്ളി തട്ടി